ടു അവർ ചാനൽ. നിങ്ങൾക്ക് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായാണ് നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമ്മുടെ ചാനലിലെ ടീച്ചിങ് ജോബ്സ് UAE അൺലോക്ഡ് എന്ന സീരീസിന്റെ ഭാഗമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നറിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. നിങ്ങളിൽ പലരും ഈ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള വേക്കൻസീസിൽ അപ്ലൈ ചെയ്തതിനു ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നെ പേഴ്സണൽ ആയിട്ടും കമന്റുകളായിട്ടും അപ്ഡേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. നിങ്ങൾ ഈ സീരീസിന് തന്ന സപ്പോർട്ട് വളരെ വലുതാണ്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ടീച്ചിങ് ജോബ്സ് UAE അൺലോക്ഡ് എന്ന സീരീസിന്റെ ഭാഗമായിട്ടുള്ള 12ാമത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ ഒരു ഡിസ്ക്ലെയിമർ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്ന വേക്കൻസീസ്, അതായത് ഈ സീരീസിൽ പബ്ലിഷ് ചെയ്യുന്ന വേക്കൻസീസ് എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷമാണ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോസിലൂടെ നിങ്ങൾ കാണുന്ന വേക്കൻസീസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആരെങ്കിലും നിങ്ങളോട് ക്യാഷ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെയുള്ളവർക്ക് ക്യാഷ് കൊടുക്കരുത്. ഒരിക്കലും ക്യാഷ് കൊടുത്ത് ജോലി വാങ്ങിക്കാനായിട്ട് ശ്രമിക്കരുത്. അങ്ങനെയുള്ളവർ നിങ്ങളുടെ ക്യാഷ് വാങ്ങി നിങ്ങളെ വഞ്ചിക്കാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വയം വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം ഈ ജോബ്സിനൊക്കെ അപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് ഇന്നത്തെ ആദ്യത്തെ വേക്കൻസിയിലേക്ക് പോകാം. അപ്പം ഇന്നത്തെ ആദ്യത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് അൽസലാം പ്രൈവറ്റ് സ്കൂളിലേക്കുള്ള ജോബ് വേക്കൻസിയാണ്. അപ്പം ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ജോബ് പൊസിഷൻ എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ഇൻക്ലൂഷൻ ആണ്. അപ്പം അതിനുവേണ്ട റിക്വയർമെന്റും എക്സ്പീരിയൻസും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റിക്വയർമെന്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഈ റിക്വയർമെന്റും എക്സ്പീരിയൻസും സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടെ CV ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കുക. ഞാൻ നേരത്തെ പഴയ വീഡിയോയിലൊക്കെ പറയുന്നത് പോലെ തന്നെ CV അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അതായത് CV കൃത്യമായിട്ട് അറ്റാച്ച് ചെയ്ത് നിങ്ങൾ ഏത് പൊസിഷനിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് സബ്ജക്ട് ലൈനിൽ കൊടുത്ത് ഇമെയിലിന് ഒരു ബോഡിയൊക്കെ തയ്യാറാക്കി വേണം അയക്കാനായിട്ട്. ഒരിക്കലും ജസ്റ്റ് CV മാത്രം അറ്റാച്ച് ചെയ്ത് അയക്കരുത്. ഇത് ഞാൻ വീണ്ടും പറയുന്നത് പലരും വീണ്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പം നമുക്ക് രണ്ടാമത്തെ ജോബ് വേക്കൻസിയിലേക്ക് പോകാം. രണ്ടാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ദേറ പ്രൈവറ്റ് സ്കൂളിലേക്കാണ്. അപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ടീച്ചിങ് പൊസിഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ടീച്ചിങ് പൊസിഷനുകളിൽ നിങ്ങൾക്ക് വേണ്ട ജോബ് റിക്വയർമെന്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ജോബ് റിക്വയർമെന്റ് നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ CVയും കവർ ലെറ്ററും കൂടെ ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾ ഈ ഓരോ വേക്കൻസീസിന്റെയും ജോബ് റിക്വയർമെന്റ്സും ക്വാളിഫിക്കേഷൻസും എല്ലാം കൃത്യമായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം വേണം അപ്ലൈ ചെയ്യുവാനായിട്ട്. അപ്പം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഇമെയിൽ ID ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ജോബ് വേക്കൻസിയിലേക്ക് പോകാം. മൂന്നാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ദുബായ് നാഷണൽ സ്കൂൾ അൽതവാറിലേക്കാണ്. അപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഇപ്പോൾ ഹയർ ചെയ്യുന്നത് ഫീമെയിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചറെയാണ്. അപ്പം ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ജോബ് വേക്കൻസി ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചറിന്റെ ആണ്. അപ്പൊ ഇവർക്ക് ഇവിടെ വേണ്ട റിക്വയർമെന്റും കാര്യങ്ങളും എല്ലാം ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ CV ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കുക. ഇവിടെ സബ്ജക്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലീഷ് ടീച്ചർ ആപ്ലിക്കേഷൻ DNS അൽ തവാർ. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന സബ്ജക്ട് ലൈൻ വെച്ചതിന് ശേഷം വേണം നിങ്ങൾ നിങ്ങളുടെ CV ഈ ഇമെയിലിലേക്ക് അയക്കുവാനായിട്ട്. അടുത്ത നാലാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഹാബിറ്റാറ്റ് സ്കൂളിലേക്കാണ്. നമ്മുടെ ചാനലിൽ നേരത്തെ ഹാബിറ്റാറ്റ് സ്കൂൾസിന്റെ കുറച്ചേറെ വേക്കൻസീസ് ഇൻക്ലൂഡ് ചെയ്തിരുന്നു. അപ്പം ഹാബിറ്റാറ്റ് സ്കൂൾസ് വീണ്ടും കുറച്ച് വേക്കൻസി കൂടെ റീപബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ വേക്കൻസീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ് എല്ലാം ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റിന്റെ ആണ്. അതായത് അത്യാവശ്യം എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു ടീച്ചേഴ്സിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു വേക്കൻസീസ് ആണ് ഇത്. അപ്പം നിങ്ങൾക്ക് വേണ്ട എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ഇതെല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ CV ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ അറബിക് ടീച്ചിങ് പൊസിഷനിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്, അറബിക് HOD പൊസിഷനിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സബ്ജക്ട് ലൈൻ കൃത്യമായിട്ട് ഇമെയിലിൽ കൊടുത്തിരിക്കണം. അതായത് നിങ്ങൾ ഏത് ജോബിനാണോ അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ സബ്ജക്ട് ലൈൻ കറക്റ്റ് ആയിട്ട് കൊടുത്തു വേണം അപ്ലൈ ചെയ്യാനായിട്ട്. നിങ്ങൾ സയൻസ് ടീച്ചറിനാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ HOD സയൻസ് ടീച്ചർ ആണെങ്കിൽ നിങ്ങളുടെ HOD സയൻസ് എന്ന് കൃത്യമായിട്ട്
എഴുതുക. എന്നിട്ട് വേണം നിങ്ങളുടെ ഇമെയിൽ സെൻഡ് ചെയ്യാനായിട്ട്. ഇനി 5ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഡ്വൈറ്റ് സ്കൂൾ ദുബായിലേക്കാണ്. അപ്പം ഡ്വൈറ്റ് സ്കൂൾ ദുബായിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസി പൊസിഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ IB സ്കൂളുകളിൽ എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സ് ആണെങ്കിൽ IBDP MYP സ്കൂളുകളിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ലെവലിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇത് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സ്കൂളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം ഈ പൊസിഷന് അപ്ലൈ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് തന്നെ IB ലെവൽ കരിക്കുലത്തിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ജോബ് പൊസിഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇനിയും 6ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഇന്ത്യൻ സ്കൂളിലേക്കാണ്. നമ്മുടെ ചാനലിൽ പലരും പല വീഡിയോസിലും വന്ന് കമന്റ് ചെയ്യാറുണ്ട് പല സബ്ജക്റ്റുകളുടെയും കാര്യമൊക്കെ. അപ്പം ഇവിടെ ഉദാഹരണമായിട്ട് ബംഗ്ല ടീച്ചർ, ബംഗ്ല സബ്ജക്റ്റ് ഉള്ളവർക്ക്, പിന്നെ ഡാൻസ് ടീച്ചർ, മ്യൂസിക് ടീച്ചർ, ലാബ് അസിസ്റ്റന്റ്, സോഷ്യൽ സ്റ്റഡീസ് ടീച്ചർ, IT ടീച്ചർ, ഇംഗ്ലീഷ് ടീച്ചർ, ഇസ്ലാമിക് ടീച്ചർ, ഉറുദു ടീച്ചർ, അങ്ങനെ കുറേ പൊസിഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതിന്റെ ക്വാളിഫിക്കേഷൻസും റിക്വയർമെന്റും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് 2025-2026 അധ്യയന വർഷത്തേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് ഇപ്പം നടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇന്ത്യൻ സ്കൂളുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവരും എക്സ്പീരിയൻസ് ഉള്ളവരും ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ CV ഷെയർ ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു കാര്യം കൂടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പ്രിഫറൻസ് വിൽ ബി എക്സ്റ്റെൻഡ് ടു ദ കാൻഡിഡേറ്റ്സ് വിത്ത് സബ്സ്റ്റാൻഷ്യൽ എക്സ്പീരിയൻസ് ഇൻ UAE. അതായത് UAEയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇത് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഇപ്പൊ കറന്റ്ലി UAEയിൽ നിങ്ങൾ റിസൈഡ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ UAEയിൽ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ അറ്റസ്റ്റഡ് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ, വാലിഡ് പ്രൊഫഷണൽ ടീച്ചിങ് ലൈസൻസ് ഉണ്ടെങ്കിൽ, ഈ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിൽ നിന്ന് ഈക്വലൻസി ഉണ്ടെങ്കിൽ, ഇത് എല്ലാം നിങ്ങളുടെ ആപ്ലിക്കേഷനെ ഇവിടെ എന്താ പറയുക സ്ട്രോങ് ആക്കും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നേരത്തെ പലരും എന്നോട് ഇന്ത്യൻ സ്കൂളിലെ പല സബ്ജക്റ്റുകളുടെയും നോൺ ടീച്ചിങ് സ്റ്റാഫുകളൊക്കെ ആയിട്ടുള്ളവർ എന്നോട് ചോദിച്ചിരുന്നു. ഇവിടെ IT ടീച്ചേഴ്സിന്റെ BE ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി റിക്കലുണ്ട്. ഇവിടെ B.Ed അത്യാവശ്യമില്ല. അപ്പം IT ടീച്ചേഴ്സിന്റെ B.Ed ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. അപ്പം അങ്ങനെയുള്ളവർ ഇത് അപ്ലൈ ചെയ്യുക. പിന്നെ മ്യൂസിക് ടീച്ചേഴ്സ്, ഡാൻസ് ടീച്ചേഴ്സ്, അപ്പം ഇതെല്ലാം നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അപ്ലൈ ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടെ എടുത്തു പറയാനുള്ളത് ലാബ് അസിസ്റ്റന്റ് വേക്കൻസിയാണ്. ലാബ് അസിസ്റ്റന്റ് വേക്കൻസീസ് ഇത് വളരെ അപൂർവമായിട്ടാണ് വരുന്നത്. അപ്പം ലാബ് അസിസ്റ്റന്റ് ആയിട്ടുള്ളവർക്കും ലാബ് അസിസ്റ്റന്റായിട്ട് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനിയും 7ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് നോർത്ത് പോയിന്റ് എഡ്യൂക്കേഷന് കീഴിലുള്ള ദ ഹോപ്പ് ഇംഗ്ലീഷ് സ്കൂളിലേക്കാണ്. ഇവിടെ അത്യാവശ്യം ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസിന് അപ്ലൈ ചെയ്യുവാനായിട്ട്, അതായത് ഇപ്പം HSC ഓഫീസർ, അതൊരു നോൺ ടീച്ചിങ് പൊസിഷനാണ്, സെന്റ് കോർഡിനേറ്റർ, വൈസ് പ്രിൻസിപ്പൽ. അപ്പം ഇങ്ങനെയുള്ള പൊസിഷനിലേക്കൊക്കെ നിങ്ങൾ എലിജിബിൾ ആണ് എങ്കിൽ നിങ്ങൾക്ക് ഒരു വാക്ക് ഇൻ ഇന്റർവ്യൂ ഉണ്ടാകും. ഈ വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഇതിന്റെ വെന്യൂ അറിയാനായിട്ട് ഇവിടെ വെന്യൂവിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇത് UAEയിൽ വെച്ചിട്ടാണ്. ഇപ്പം UAEയിൽ കറന്റ് ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. 8ാം തീയതിയാണ്, അതായത് നാളെയാണ് ഈ ഇന്റർവ്യൂ നടക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് തന്നെ ഇത് പബ്ലിഷ് ചെയ്യും, ഈ വീഡിയോ പബ്ലിഷ് ചെയ്യും. അതായത് 7ാം തീയതി രാവിലെ തന്നെ ഈ വീഡിയോ പബ്ലിഷ് ആകും. അപ്പം നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. എത്രയും വേഗം തന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ റെസ്യൂമെ ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിലിലേക്ക് സബ്മിറ്റ് ചെയ്യുക. ഇത് ഇൻവിറ്റേഷൻ ഉള്ള ഇവന്റ് അല്ല എന്ന് തോന്നുന്നു. കാരണം ഇൻവിറ്റേഷൻ ഉള്ളി എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡയറക്റ്റ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. സമയം ശ്രദ്ധിക്കുക. 11 മണി തൊട്ട് 3 മണി വരെയാണ് ഇന്റർവ്യൂ. പിന്നെ റിക്വയർമെന്റ് ഈക്വലൻസി ഉണ്ടായിരിക്കണം, ഇമ്മീഡിയറ്റ് അവൈലബിലിറ്റി ആയിരിക്കണം. ബ്രിട്ടീഷ് കരിക്കുലത്തിൽ UAE ബ്രിട്ടീഷ് കരിക്കുലം സ്കൂൾസിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഒരു ഒരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല എങ്കിൽ പോലും നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനിയും 8ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ദുബായ് ഹൈറ്റ്സ് അക്കാഡമി. അപ്പൊ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ജോബ് വേക്കൻസീസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിന്റെ ഈ പൊസിഷനിലേക്കൊക്കെ നിങ്ങൾ എലിജിബിൾ ആണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. ആർട്ട് ടീച്ചറിന്റെ ഒക്കെ വേക്കൻസി വളരെ കുറവാണ് വരുന്നത്. അപ്പം അങ്ങനെയുള്ള പൊസിഷൻസിലൊക്കെ ഡ്രാമ ടീച്ചർ, അപ്പൊ ഇങ്ങനെയുള്ള പൊസിഷൻസിൽ സൈക്കോളജി ടീച്ചർ, ഇങ്ങനെയുള്ള പൊസിഷൻസിലൊക്കെ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി 9ാമത്തെ ജോബ് വേക്കൻസി, ഇതും ഒരു വാക്ക് ഇൻ ഇന്റർവ്യൂ ആണ്. വെന്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഷാർജയില്
ആണ്. അസ്പാം സ്കൂളിലേക്കാണ്. അപ്പം അസ്പാം ഷാർജയിലെ അസ്പാം സ്കൂൾസിലേക്ക് 9th മാർച്ച്, അതായത് മറ്റന്നാൾ 9-ാം തീയതിയാണ് ഈ ഇന്റർവ്യൂ നടക്കുന്നത്. അപ്പം സമയം 8:30 തൊട്ട് 11:30 വരെ ആണ് ഇന്റർവ്യൂ നടക്കുന്നത്. അപ്പം നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റുകളിലൊക്കെ ക്വാളിഫൈഡ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ധൈര്യമായിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ഉറപ്പായിട്ടും ജോലി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ക്വാളിഫൈഡ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ UAE ഇപ്പോൾ വിസിറ്റിംഗ് വിസയിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് വിട്ട് കളയാതിരിക്കുക. വാക്ക് ഇൻ ഇന്റർവ്യൂ ആണ്, 9-ാം തീയതിയാണ്, ഓർത്തു വെക്കുക. ഇനിയും 10ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഷാർജ ഇന്റർനാഷണൽ പ്രൈവറ്റ് സ്കൂളിലേക്കാണ്. അപ്പം 2025-26 അധ്യയന വർഷത്തേക്ക് വേക്കൻസീസ് ഉണ്ട്. അപ്പം വേക്കൻസീസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. മിനിമം 4 വർഷം ബ്രിട്ടീഷ് കരിക്കുലം സ്കൂൾസിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഇവിടെ പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഈ എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ ഇവിടെ പരിഗണിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്തവർ ഇതിന് അപ്ലൈ ചെയ്യേണ്ടതായിട്ടില്ല. അപ്പം പിന്നെ നിങ്ങളുടെ CV, നിങ്ങൾ ഈ 4 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ UAE ഉള്ളവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ CV നിങ്ങളുടെ ഈ ഇമെയിൽ IDയിലേക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സിനെ ഇന്റർവ്യൂവിനും ഡെമോയ്ക്കും വേണ്ടി അവർ കോൺടാക്ട് ചെയ്യും. ഇനി 11ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഗൾഫ് ഇന്ത്യൻ ഹൈസ്കൂളിലേക്കാണ്. അപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ നോൺ ടീച്ചിങ് ജോബ് പൊസിഷൻ ഉൾപ്പെടുത്താൻ കാരണം പലരും എന്നോട് പറഞ്ഞിരുന്നു നോൺ ടീച്ചിങ് പൊസിഷൻസും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയാൽ നന്നായിരിക്കുമെന്ന്. ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ ഇത് ഒന്നിച്ച് ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇനിയും വരുന്ന വീഡിയോസിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നോൺ ടീച്ചിങ് ആൻഡ് ടീച്ചിങ് സെപ്പറേറ്റ് ചെയ്ത് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ CV, നിങ്ങളുടെ ജോബ് ടൈറ്റിലാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനിയും 12ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് പേൾ വിസ്ഡം സ്കൂളിലേക്കാണ്. ഇത് വിദ്യാഭവൻ മാനേജ് ചെയ്യുന്ന സ്കൂളാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന വേക്കൻസീസ്, അതായത് ഇംഗ്ലീഷ് ടീച്ചർ, മാത്സ് ടീച്ചർ, ഡാൻസ് ടീച്ചർ, ഡ്രാമ ടീച്ചർ, ഈ പറഞ്ഞിരിക്കുന്ന ജോബ് വേക്കൻസീസിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. മിനിമം റിക്വയർമെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടാകണം, അതുകൂടാതെ BEd ഡിഗ്രിയും 3 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടാകണം. എങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ജോബ് പൊസിഷൻസിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുവാനായിട്ട് നിങ്ങളുടെ CV ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കുക. ഇമെയിലിൽ അയക്കുമ്പോൾ പ്രത്യേകം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കൃത്യമായി സബ്ജക്ട് ലൈനൊക്കെ മെൻഷൻ ചെയ്തതിന് ശേഷം വേണം നിങ്ങളുടെ CV അയക്കാനായിട്ട്. ഇനിയും റോയൽ അക്കാഡമി അജുമാൻ, അതായത് നോർത്ത് പോയിന്റ് ഇറിഗേഷന് കീഴിലുള്ള റോയൽ അക്കാഡമി അജുമാനിലേക്കുള്ള വേക്കൻസിയാണ്. ഇതൊരു വാക്ക് ഇൻ ഇന്റർവ്യൂ ആണ്. ഇപ്പോൾ കറന്റ്ലി മാർച്ചിൽ UAE അവൈലബിൾ ആയിട്ടുള്ളവർക്ക് ഒത്തിരി വാക്ക് ഇൻ ഇന്റർവ്യൂസ് ഇപ്പം വരുന്നുണ്ട്. ഇത് 15-നും 17-നുമാണ്. 10 മണി തൊട്ട് 2 മണി വരെയാണ്. ഇപ്പൊ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് പൊസിഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചിലർ ചോദിച്ചിരുന്നു അസിസ്റ്റന്റ് ടീച്ചേഴ്സ് അങ്ങനെയുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ള വേക്കൻസീസ് ഉണ്ട്. അപ്പൊ ഇവിടെ കുറെ വേക്കൻസീസ്, ലേണിംഗ് സപ്പോർട്ട് അസിസ്റ്റന്റ്, EAL സപ്പോർട്ട് ടീച്ചർ, അപ്പം ഇങ്ങനെയുള്ള വേക്കൻസീസിനൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് വേണ്ട റിക്വയർമെന്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. CBSE കരിക്കുലത്തിൽ, അതായത് നാട്ടിൽ CBSE കരിക്കുലത്തിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. നിങ്ങളുടെ CV അയക്കേണ്ട ഇമെയിൽ ID ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. അയച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ ഈ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അജ്മാനിലാണ് ഈ ഇന്റർവ്യൂ നടക്കുന്നത്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വിസിറ്റിംഗ് വിസയിലുള്ളവർ ഒരിക്കലും ഇത് വിട്ടുകളയില്ല. കാരണം ഇത് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇനിയും 14ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഇത് സ്പെഷ്യലി ഫോർ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുള്ള ടാലിമിന്റെ ഒരു റിക്രൂട്ട്മെന്റ് ഫെയർ ആണ്. അപ്പം ഇവിടെ ലീഡർഷിപ്പ് റോൾ അവൈലബിൾ ആണ്. മിഡിൽ ഹൈസ്കൂൾ ടീച്ചേഴ്സിന്റെ ടീച്ചിങ് പൊസിഷൻസ് അവൈലബിൾ ആണ്. സ്പെഷ്യലിസ്റ്റ് ടീച്ചേഴ്സിന്റെ പൊസിഷൻസ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലാണ് നിങ്ങൾ ക്വാളിഫൈഡ് ആയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ അപ്ലൈ ചെയ്യുവാനായിട്ട് ഈ QR കോഡ് സ്കാൻ ചെയ്യുകയോ നിങ്ങളുടെ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യുകയോ അല്ല എങ്കിൽ ഞാനൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴിയോ നിങ്ങൾക്ക് ഈ താലിമിന്റെ ചാർട്ടേഡ് സ്കൂളിലേക്കുള്ള ഈ പൊസിഷൻസിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനിയും അടുത്തത് 15ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ അബുദാബിയിലേക്കാണ്. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഹെഡ് ഓഫ് ഇൻക്ലൂഷൻ പൊസിഷൻ ആണ്. അപ്പൊ ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് നിങ്ങളുടെ CV ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ IDയിലേക്ക് ഷെയർ ചെയ്യുക. അബുദാബി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇത് മുൻഗണനയാണ്. അപ്പൊ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക.
ഇനി 16ാമത്തെ ജോബ് വേക്കൻസി ഹണി ബി നഴ്സറി സ്കൂളിലേക്കാണ്. ഇതൊരു ഏർലി ചൈൽഡ്ഹുഡ് ടീച്ചേഴ്സിനും ടീച്ചിങ് അസിസ്റ്റന്റുമാണ്. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, ടീച്ചിങ് അസിസ്റ്റന്റ് ആയിട്ടുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന്റെ മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയാസും റിക്വയർമെന്റും ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടും കാര്യമില്ല, അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യില്ല. ഷോർട്ട് ലിസ്റ്റ് ചെയ്തവരെ മാത്രമേ അവർ ഇന്റർവ്യൂവിന് വിളിക്കുകയുള്ളൂ. അപ്പം ഈ പറഞ്ഞ റിക്വയർമെന്റ്സുകളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. പലരും എന്നോട് കഴിഞ്ഞ ദിവസങ്ങളിൽ ടീച്ചിങ് അസിസ്റ്റന്റിന്റെയും പിന്നെ നഴ്സറി ടീച്ചേഴ്സിന്റെയും കാര്യങ്ങളൊക്കെ പേഴ്സണലായിട്ടും കമന്റുകളായിട്ട് ചോദിച്ചിരുന്നു. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ക്ലിയർലി നോക്കി ശ്രദ്ധിച്ച് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി അറിയിക്കുക. തീർച്ചയായിട്ടും മറുപടി തരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീ സന്ദീപ് സൈനിങ് ഓഫ്. ബൈ ബൈ.